ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ബിരുദ ഡിപ്ലോമ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി ലാപ്ടോപ്പ് വിതരണം ചെയ്തു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ലാപ്ടോപ്പുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. 32 വിദ്യാർത്ഥികൾക്കാണ് ലാപ്ടോപ്പ് നൽകാൻ തീരുമാനിച്ചത്. അതിലിപ്പോൾ 26 ചെയ്യുന്നത്. അതിൻ്റെ കാരണം നമുക്കറിയാം, പല മാനദണ്ഡങ്ങൾ ഇതിനൊരു ഘടകം. പട്ടികജാതി വികസന വകുപ്പും പട്ടികജാതി ക്ഷേമ വകുപ്പ് കൂടി നിഷ്കർഷിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ ആ പരിധിക്ക് അകത്ത് നിന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്യാൻ കഴിയുള്ളൂ. 32 പേർക്ക് പദ്ധതി തയ്യാറാക്കിയെങ്കിലും ആ മാനദണ്ഡങ്ങൾ അനുസരിച്ച് 26 വിദ്യാർത്ഥികളാണ് സൂചിപ്പിച്ചിട്ടുണ്ടാവും. ലാപ്ടോപ്പിന് ഇന്ന് അർഹമായിട്ടുള്ള അറിയാം. ആ 26 പേർക്ക് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്യുന്ന പദ്ധതിയാണ്. ജില്ലാ പഞ്ചായത്ത് ഇവിടേക്ക് വേണ്ടി മാത്രം 10 ലക്ഷം രൂപയാണ് വിളിച്ച് ഗ്രാമപഞ്ചായത്തിന് ചേർത്തുകൊണ്ടുള്ള 12.5 ലക്ഷം രൂപയുടെ പദ്ധതിയാണ്. ഇനി നമുക്കിപ്പോൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിന് പദ്ധതി എന്നുള്ള നിലയ്ക്ക് അത് പുതിയതായി ഇനി അതിൽ നിന്ന് എടുക്കാൻ കഴിയില്ല. ഈ വർഷത്തെ പണത്തിന് മാത്രമാണ് പുതിയ പദ്ധതി എടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഏത് പദ്ധതിയും സമയബന്ധിതമായി നടപ്പാക്കുമ്പോൾ മാത്രമാണ് നമുക്ക് അതിൻ്റെ എക്സ്പെൻഡിച്ചറൊക്കെ അതാത് സാമ്പത്തിക വർഷത്തിലാക്കി കഴിയുള്ളൂ. തൃശൂർ ജില്ലാ പഞ്ചായത്തും പാർലം ഗ്രാമപഞ്ചായത്തും സംയുക്തമായാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. പഞ്ചായത്തിലെ 26 ബിരുദ വിദ്യാർത്ഥികൾക്കാണ് ലാപ്ടോപ്പ് വിതരണം ചെയ്തത്. ചടങ്ങിൽ പാർലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ അധ്യക്ഷത വഹിച്ചു. ലാസ്റ്റ് ഡിഗ്രി പഠിക്കുന്ന വർഷത്തെ കുട്ടികളിൽ കൂടി നമുക്ക് ഇതിൽ ഇന്റർവ്യൂവിൽ പങ്കെടുപ്പിക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഫ്രണ്ട്സിനെയും എല്ലാവരും നമ്മളിപ്പോൾ മെമ്പർമാരെ വെച്ചിട്ട് എല്ലാ വാർഡുകളിലും അതാത് എപ്പം കിട്ടുന്ന മെസ്സേജുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇന്റർവ്യൂവിനെ അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾ തുടക്കത്തിൽ ഒരു പ്രാക്ടീസ് എന്നുള്ള രീതിയിൽ നമ്മൾ ബ്ലോക്കിൽ നമുക്ക് അതിനൊരു പരിശീലനം കൊടുക്കുന്നുണ്ട്. എല്ലാ സൗകര്യങ്ങളും പഞ്ചായത്തും ത്രിതല പഞ്ചായത്തും സർക്കാരൊക്കെ ചെയ്തു തരുന്നുണ്ട്. അപ്പം നിങ്ങളത് നിങ്ങളുടെ നമുക്ക് ഒരു വിഷമമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ കൂടുതൽ ആളുകൾ ഈ പരിപാടിയിലേക്ക് വരണില്ല എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ഓരോരുത്തരും ഈ തൊഴിൽ ബോർഡിൽ രജിസ്റ്റർ ചെയ്യുന്നതാണ്. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ മുഖ്യ അതിഥിയായി പങ്കെടുത്തു. പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയിംസ് മാസ്റ്റർ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി രമ്യ P. സുശീൽ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ മാത്യു, പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K. പ്രമോദ്, വാർഡ് മെമ്പർമാരായ ജൂബി മാത്യു, ലിജീവ് PK, സിബി സുരേഷ്, സുനിൽ KB, സ്മിനു മുകേഷ്, സുബിത സുഭാഷ് എന്നിവർ സംസാരിച്ചു.